ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ നമുക്കതിന് ചുരിദാറിനൊക്കെ ഉപയോഗിക്കുന്ന സാധാ ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ അകലം 2 ഇഞ്ച്. താഴത്ത് നമ്മളൊരു 2.5-3 ഇഞ്ച് എടുക്കാം കേട്ടോ. നമുക്ക് 2.5 ആയാലും കുഴപ്പമില്ല, 3 ആയാലും കുഴപ്പമില്ല. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ബാക്കിൽ നമുക്ക് ബ്ലൗസിൻ്റെ എത്രയാണോ ഇറക്കം അതുവരേക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്ന് 1 ഇഞ്ച് മേലേക്കായാലും ഡിസൈൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിനൊരു പിക്ചർ വരയ്ക്കാം കേട്ടോ. ആ ക്യാൻവാസിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ വരയ്ക്കാം. ഞാനിവിടെ ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിൻ്റെ ആ ഒരു 8 ഇഞ്ചിൻ്റെ 1 ഇഞ്ച് അകലത്തിലുള്ള ക്യാൻവാസ് വെച്ചിട്ട് അങ്ങനെ വരച്ചിരിക്കണം കേട്ടോ. ഇത് കട്ട് ചെയ്യാം നമുക്ക്. അതിന് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ മുകളിൽ ഒരു അര ഇഞ്ച് താഴേക്കാക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അതെന്താ അറിയോ, നെക്കിൻ്റെ അകലം അകന്ന് പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്ത് തരുന്നത്. പിന്നെ നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്തതിൽ കൂടെ അങ്ങനെ കത്രിക കൊണ്ട് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരേ ആ ഒരു പിക്ചറിൻ്റെ അതേ ആകൃതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളതിന് അയൺ ചെയ്ത് ഒട്ടിക്കാനുള്ളതാണ്. കണ്ടോ, നമുക്കൊരു പിക്ചർ, നിങ്ങൾക്ക് ഇതിൻ്റെ ഇഷ്ടമുള്ള പിക്ചർ വയ്ക്കാം കേട്ടോ. നമ്മൾ ചുരിദാറിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ബ്ലൗസിൻ്റെ ആ ഒരു പുറകിൽ ഡിസൈൻ ചെയ്യുന്നത്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ സാരി ബ്ലൗസാണ് കേട്ടോ. വിത്ത് സാരി ബ്ലൗസാണ്. അതിന് ചെറിയ കൈയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു 75 സെൻറ്റിമീറ്ററാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. ആ 75 സെൻറ്റിമീറ്ററിൽ ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ പീസ് വെച്ചിട്ടാണ് ഞാനത് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. അതിന് 3ആയി ഭാഗിച്ചിട്ട് യോജിപ്പിച്ചിട്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് പുറകിൽ വയ്ക്കാൻ നമുക്ക് കോട്ടൺ ലൈനിങ് ആണ് ഒന്നും കൂടി ഉത്തമം. പിന്നെ ഒരു കോട്ടൺ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതേ കളറുള്ള ഒരു പോളിസ്റ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എടുത്തതിന് ശേഷം നമുക്ക് ആ ക്യാൻവാസ് ഒന്ന് അയൺ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആ ഒരു ക്യാൻവാസിൻ്റെ ആ ഒരു അടിയില്ലേ, അതിൻ്റെ അരുകത്ത് കൂടെ അടിക്കണം കേട്ടോ. ക്യാൻവാസിൻ്റെ മുകളിൽ കൂടെ അല്ല, ക്യാൻവാസിൻ്റെ വക്കത്ത് കൂടെ ആ ഡിസൈൻ എങ്ങനെയാണോ പോണ് ആ അതേമാതിരി നമ്മൾ സൂചി കൊണ്ട് കുത്തി നിർത്തിയിട്ട് അടിക്കണം കേട്ടോ. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് തയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടോ, അങ്ങനെ കുത്തി ഓരോ ടേണിങ് പോയിൻറ്റിലും അത് കുത്തി നിർത്തുക, പിന്നെ സ്റ്റിച്ച് ചെയ്യുക. പതുക്കെ നമ്മൾ അതിൻ്റെ ആ ഒരു അതേ ആകൃതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. കോട്ടൺ തുണിയിലാകുമ്പോൾ നമുക്കത് തിരിച്ചിടുമ്പോൾ നല്ല വൃത്തിയായി കിടക്കും. ഇനി ഞാനൊരു പോളിസ്റ്റർ തുണിയാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ കളർ തുണി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പോളിസ്റ്റർ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാലും നമുക്ക് അതിന് മുകളിൽ ഡിസൈൻ ചെയ്യുമ്പോഴൊന്നും അത്ര അറിയില്ല. അപ്പോൾ അതേമാതിരി ചെയ്യുക കേട്ടോ. അതേമാതിരി ആ ഒരു അരുകത്തെ കൂടെ തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് സാവകാശം ചെയ്യുക കേട്ടോ. നമ്മൾ മോട്ടറൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരെ സ്പീഡിൽ ചെയ്യരുത്, പതുക്കെ ചെയ്യുക കേട്ടോ. നമ്മൾ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ എല്ലാ കുട്ടികളുടെ ഡ്രസ്സും എല്ലാം ഇടുന്നുണ്ടാവും, നിങ്ങളൊന്ന് കയറി നോക്കിയിട്ട് ഇടുക കേട്ടോ. ഈ ബ്ലൗസുകളുടെ തന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഓരോ അളവിലിട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഒന്ന് നോക്കുക കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ ആ ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആണ്ടോ 2 തുണിയും വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. വേണ്ട, പുറകിൽ വേറൊരു തുണിയുണ്ട്. അതിന് ശേഷം നൂലുവെട്ടി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് മുറിയരുത് കേട്ടോ. സ്റ്റിച്ചിങ് മുറിയാതെ ഓരോ പോയിൻറ്റുകളും നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. എന്നാലാണ് നമ്മൾ എത്രത്തോളം അത് വൃത്തി ചെയ്യണോ അത്രത്തോളം അത് ഭംഗിയായി വരും. ആ പോയിൻ്റൊക്കെ റൗണ്ടൊക്കെ വരയ്ക്കണത് കറക്റ്റായിട്ട് വരും. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തിരിക്കണം. അതിന് ശേഷം 1 ഇഞ്ച് അകലത്തിൽ നമുക്കതിൻ്റെ ആ ഒരു തുണി, പുറകിലെ തുണി വെച്ചിട്ടില്ലേ, അതാണ് മുറിച്ചെടുക്കുക. കണ്ടോ, ആ മുറിച്ചെടുത്തതിന് ശേഷം നമുക്കതിന് ഉള്ളിലേക്ക് കൊടുക്കേണ്ട ഭാഗമാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, ഉരുട്ടിയടിക്കുക അങ്ങനെയൊന്നും വേണ്ട. സിമ്പിളായിട്ട് വേഗം ചെയ്യാവുന്നൊരു ഇതാണ് ഡിസൈൻ. ഇങ്ങനെ തുണി വെച്ചിട്ട് ചെയ്യാവുമ്പോൾ അത് എന്നും ഒരേമാതിരി അതിൽ ബ്ലൗസിൽ കിടക്കുകയും ചെയ്യും, ഭംഗിയുണ്ടാവും. ഒക്കെ ബീഡ്സ് വർക്കുകളൊക്കെ അല്ലേ, ബീഡ്സ് വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു ഇതുണ്ടാവും. ഇതാകുമ്പോൾ എന്നും ഒരേമാതിരി നിൽക്കും. ഇതിന് ശേഷം നമ്മൾ ബ്ലൗസിൻ്റെ തുണിയിൽ ലൈനിങ് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉൾവശത്തായിട്ട് ഈ ക്യാൻവാസിൽ നമ്മൾ വെച്ചതിൻ്റെ നല്ല വശവും ഈ ലൈനിങ്ങിൻ്റെ വശവും വെച്ചിട്ട് ഒപ്പം വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നമ്മൾ സൂചി കൊണ്ടൊക്കെ വേണമെങ്കിൽ ഒന്ന് അതിൻ്റെ പോയിൻ്റ് മാറാതിരിക്കണമെങ്കിൽ നമുക്ക് അതിലൊന്ന് പിൻ സൂചിയൊക്കെ കുത്തി കൊടുക്കാം കേട്ടോ.
അങ്ങനെ ചെയ്യേണ്ടത്. കാരണം ഇതിൻ്റെ ചുവന്ന ആ ഒരു നല്ല പീസ് ക്യാൻവാസ് വെച്ചത് ഫ്രണ്ടിലേക്കാണ് വരുന്നത്. നമ്മളെല്ലാവരും ഉള്ളിലേക്കല്ല അടിക്കൽ, ഇത് ഫ്രണ്ടിലേക്കാണ് ആ ഡിസൈൻ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ഭാഗമൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഉള്ളിലെ വയ്ക്കൊണ്ടാണ് ഇത് പുറത്തേക്ക് ഈ ഒരു ഡിസൈൻ ഇങ്ങനെ വന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് അതിൻ്റെ ആ സെൻറ്റർ പോയിൻ്റൊക്കെ നമ്മൾ അടയാളപ്പെടുത്തി അതിൻ്റെ ബ്ലൗസിൻ്റെ സെൻറ്റർ തന്നെയാണോ വന്നിരിക്കുന്നത്, നെക്കിൻ്റെയൊക്കെ ആ ഒരു സെൻറ്റർ തന്നെ വന്നിട്ടുണ്ടെന്നൊക്കെ അടയാളപ്പെടുത്തിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെരിഞ്ഞ് വൃത്തിയില്ലാതെ കിടക്കും. അതവിടെ നമ്മൾ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. അതിൻ്റെ ആ ഒരു അരിക് മൂലയൊക്കെയല്ലേ പോയിൻ്റ് ചെയ്തിട്ട്, അതായത് സൂചി കുത്തി നിർത്തിയിട്ട് ചെയ്യാം കേട്ടോ. ഓരോ വളവുകളും പോയിൻ്റൊക്കെ വരുന്നിടത്ത് കുത്തി നിർത്തി മെഷീൻ സൂചി തിരിച്ചതിന് ശേഷം, സൂചിയല്ല തുണി തിരിച്ചതിന് ശേഷം ചെയ്യാം കേട്ടോ. എന്നിട്ട് പിന്നെ മറ്റേ സൈഡും അതേമാതിരി തയ്ച്ചു കൊടുക്കുക. അത് മറ്റേ സൈഡ് തയ്ച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ആ ഒരു റൗണ്ട് ചെയ്യണ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഒരു പെൻസിൽ എന്തെങ്കിലും കൂർപ്പുള്ള സാധനം വെച്ചിട്ട് ഒന്ന് തള്ളി തള്ളി കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ വിചാരിച്ച ആ ഒരു ക്യാൻവാസിൻ്റെ അതേ ഡിസൈനിൽ തന്നെ നമുക്ക് കറക്റ്റായി കിട്ടും. എന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ എല്ലാ വശങ്ങളും എല്ലാ കോണുകളും നമ്മൾ നൂർത്തി വെച്ചിട്ട് ഒന്ന് ആ ഒരു പോയിൻ്റൊക്കെ ഒന്ന് കൂർപ്പിച്ച് കറക്റ്റ് ചെയ്തിട്ട് തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ ചുരിദാറിലൊക്കെ തയ്ക്കാറുണ്ട്. അതിന് നമ്മൾ ആ ക്യാൻവാസിൻ്റെ ഉള്ളിൽ അത്ര തന്നെ ഉള്ളൂ, ക്യാൻവാസിൻ്റെ ഉള്ളിലൊരു തുണി വെച്ചിട്ട് മറയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഡിസൈനിൽ ഏത് ഡിസൈനിലും നിങ്ങളിങ്ങനെ ഒന്ന് വരച്ചിട്ട് ചെയ്ത് നോക്ക്. നമുക്ക് ചതുരൊക്കെ ആണെച്ചാൽ കോണായിട്ട് നമുക്ക് അതിനെ ചെയ്യാം. അത് വേറുള്ള രീതിയിലോ അങ്ങനെയൊക്കെ ആണെച്ചാലും ഒക്കെ നമുക്ക് അങ്ങനെ എളുപ്പത്തിലാവണമെന്ന് വെച്ചാൽ ഒന്ന് മറിച്ചിട്ടിട്ടൊക്കെ ചെയ്യാം. ഇതങ്ങനെയല്ല, ഇതിങ്ങനെ നമുക്ക് എത്ര ചെറിയ കോണുകളോ ഡിസൈനുകളൊക്കെ നമുക്കിങ്ങനെ ക്യാൻവാസിൻ്റെ ആ ഉള്ളിലൊരു വേറൊരു പീസും കൂടി വെച്ച് ചെയ്യുമ്പോൾ കണ്ടോ നല്ല വൃത്തിയുള്ള ഒരു ഡിസൈനായില്ലേ. ഇനി ഇതിൻ്റെ മുകളിൽ ബീഡ്സ് വർക്കോ നമുക്കതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഷോൾഡർ കൂട്ടി യോജിപ്പിക്കുക കേട്ടോ. കണ്ടോ, നമ്മൾ ആ ഒരു ക്യാൻവാസ് വെച്ചിട്ട് ഇനി ഇതിൽ ബീഡ്സ് വർക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഡിസൈൻ ചെയ്യുക. ഇതിൻ്റെ ആ അരു കൂടെ ക്യാൻവാസ് വെച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മളിതിൻ്റെ മുന്നേ നമ്മൾ വീഡിയോയിൽ നിങ്ങൾ നോക്കി ഇങ്ങനത്തെ ഒരു ഡിസൈനിൽ നമ്മൾ ആ കല്ല് ലേസ് പിടിപ്പിച്ചൊരു ബ്ലൗസൊക്കെ നമ്മൾ ഫസ്റ്റ് തുടക്കത്തിലിട്ടൊരു വീഡിയോയിലൊക്കെ നമ്മൾ ഇതുണ്ട്. ഇത് രണ്ടാമത് ഇതൊന്ന് കാണിച്ചു തരാൻ പറയുകൊണ്ടാണ് ഇത് വീണ്ടും എടുക്കുന്നത്. എൻ്റെ സാരി ഇതാണ് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.